ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. വേദി ഇതാണെങ്കിൽ കൂടി സെക്സിനെ പറ്റിയൊരു ചർച്ച വേണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ആരടുത്തെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വെറുതെ ഗൂഗിൾ ചെയ്യുക, വേറൊന്നും വേണ്ട, സെക്സ് വീഡിയോസ് നടിക്കുക. 98 കോടി സെക്സ് വീഡിയോസ് ആണ് വന്നിട്ടുള്ളത്. 98 കോടി സെക്സ് വീഡിയോസ് അവൈലബിൾ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് ആണ്. ഇത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിൽ മുൻകാലഘട്ടങ്ങളിൽ ഒരു സിനിമയിൽ ഒരു ചുംബനം കാണിച്ചാൽ സെൻസർ ബോർഡ് ഒബ്ജക്ട് ചെയ്തിരുന്ന ഇന്ത്യയിൽ 98 കോടി സെക്സ് വീഡിയോകൾ വരുന്നു. അതിൽ എന്ത് സെക്സാ കാണിക്കുന്നത്? ലോകത്ത് എന്തൊക്കെ സെക്സ് ഉണ്ടോ ആ സെക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ രതി വൈകൃതികളും ഉള്ള വീഡിയോകൾ ഒരു പൈസ പോലും ചിലവാക്കാതെ ഇവിടെ കിട്ടുന്നു. പക്ഷെ അമേരിക്കയിൽ കിട്ടുന്ന വെച്ചാൽ അവൻ പണം കൊടുക്കണം. അതെങ്ങനെയുണ്ട്? അമേരിക്കയിൽ കിട്ടുന്ന വെച്ചാൽ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. പക്ഷെ ഇവിടെ ഫ്രീ ടു എയർ ആണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാനും സ്കൂൾ പിള്ളേരെ തെറ്റിക്കാനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അതേസമയം ഞാൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. 1985 പോളണ്ടിലും ജർമ്മനിയിലും സോവിയറ്റ് റഷ്യയിലൊക്കെ പോയിട്ട് അന്ന് അവിടെ പോകാൻ വലിയ പ്രയാസമാണ്. ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇല്ല. അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഇവിടെ ഒരു തരത്തിലുള്ള വൃത്തികേടുമില്ല. അങ്ങനെ വളരെ ശുദ്ധമായ സാംസ്കാരിക ജീവിതം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. എന്ത് കുറ്റം അവരെ പറ്റി പറഞ്ഞാലും കുടുംബ വാല്യൂസ്, ഫാമിലി വാല്യൂസ്, സൊസൈറ്റിയിലെ ഡീസൻസി, ഈ കാര്യങ്ങളൊക്കെ നിലനിർത്തി പോന്നിരുന്നതാണ് ആ രാജ്യങ്ങളിൽ. ഇന്ന് അതാണോ നടക്കുന്നത്? ഇവിടെ എന്തിനാണ് ഇവിടെ ഒരു ഗവൺമെന്റ് ഉള്ളത്? കേന്ദ്ര ഗവൺമെന്റ് ഇതിനെതിരായിട്ട് നടപടി എടുക്കണ്ടല്ലേ? നടപടി എളുപ്പത്തിൽ എടുക്കാവുന്നതാണ്. നമ്മൾ ഇപ്പൊ സൗദി രാഷ്ട്രങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലോ ചെന്ന് കഴിഞ്ഞാൽ ആ സൈറ്റുകൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. എന്തിനു പറയുന്നു? ദുബായിൽ പോലും ആ സൈറ്റുകൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ ഈ സൈറ്റുകൾ കംപ്ലീറ്റ് തുറന്നു വെച്ചിരിക്കാം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിന് ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള സാംസ്കാരിക അധിനിവേശം, വൃത്തികേടുകൾ തടയാന്നുള്ള, അതിന് പകരം സർക്കാർ ചെയ്യുന്ന എന്താണ്? ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗരതിയെ ന്യായീകരിച്ചുകൊണ്ട് കോടതിയെ കൊണ്ട് അംഗീകാരം വാങ്ങുകയാണ്, അതിനെ ഡീക്രിമിനലൈസ് ചെയ്യാനായിട്ട്. എന്താ ഇതിന്റെ ഒരു ആവശ്യം? ഇപ്പൊ പെട്ടെന്ന് സ്വവർഗരതി നമ്മൾ അംഗീകരിക്കുന്നു, ഇല്ലെങ്കിൽ അത് ക്രിമിനൽ ആക്ട് തന്നെയാണ്. കാരണം ഇനി വേറെ രസമുണ്ട് അതിനെ പറ്റിയിട്ട്. എന്താ വേണ്ട, സ്വവർഗരതിയുടെ മറ്റുള്ള വിഷയങ്ങളോട് ഞാൻ കടക്കാൻ പോകുന്നില്ല. പക്ഷേ എയ്ഡ്സിന് കാരണം എന്താണ്? എവിടെ നിന്നാണ് എയ്ഡ്സ് വന്നത്? ലോകത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നാണ് എയ്ഡ്സ് വന്നത്. ലോകത്തിന്റെ സ്വർഗരതിയുടെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സാൻ ഫ്രാൻസിസ്കോയിലാണ് 1984 ആദ്യമായിട്ട് ഒരു എയ്ഡ്സ് കേസ് കണ്ടുപെട്ടത്. അത് ഇത്തരത്തിലുള്ള രതി അഴിഞ്ഞാട്ടം കൊണ്ട് ഉണ്ടായതല്ലേ? അതിനെ തടയുകയല്ലേ വേണ്ടത്? അതിന് പകരം അതിലും കച്ചവടം അമേരിക്കക്കാർക്ക്. എങ്ങനെയാ കച്ചവടം എന്ന് പറഞ്ഞാൽ, എയ്ഡ്സ് വന്നപ്പോ കുറെ പേര് മരിച്ചു. അതൊന്നും സാരമൊന്നുമില്ല, ലോകത്തിലൂടെ ആളുകളല്ലേ, പച്ചക്ക മരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വ്യാപകമായ ടെസ്റ്റിംഗ്, ഫസ്റ്റ് ജനറേഷൻ എലൈസ, സെക്കൻഡ് ജനറേഷൻ എലൈസ, തേർഡ് ജനറേഷൻ എലൈസ, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, അവസാനം എവിടെ എത്തി? എല്ലാ ബ്ലഡ് ബാങ്കുകളും അത് ചെയ്യണം. ഒരു യുദ്ധം വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ ആയിരക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് അവൻ ചെയ്യണം. എന്നാൽ ഇതിന്റെ മൂലകാരണം കണ്ടുപിടിക്കണ്ടേ? ഇതിന്റെ മൂലകാരണം എന്താ? അനിയന്ത്രണീയമായിട്ടുള്ള രതി വൈകൃതങ്ങൾ ഗവൺമെന്റ് അനുവദിക്കുന്നതുകൊണ്ടാണ്. അത് മൂലകാരണം കാണാതെ അതിന് പകരമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിക്കാണ് അവർ നടക്കുന്നത്. അപ്പോഴും കിട്ടിയല്ലോ കോടിക്കണക്കിന് രൂപ. അമേരിക്കയിലെ ഒരു വാക്കുണ്ട് എല്ലാ കാര്യത്തിനും, വ്യക്തി സ്വാതന്ത്ര്യം. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. എന്റെ സമൂഹമായിട്ടുള്ള മുസ്ലിം സമൂഹം അതിൽ വിശ്വസിക്കുന്നില്ല. സമുദായം വിശ്വസിക്കുന്നില്ല. സമുദായത്തിന് അടിപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഒരു മുസ്ലിമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. സമുദായത്തിന്റെ ഭാഗമാണോ മുസ്ലിം എന്ന് പറഞ്ഞിട്ട്? സമുദായത്തിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ടൊരു മുസ്ലിം ഇല്ല. സമുദായം ഒരു ആപത്തിൽ പെടുമ്പോൾ ഒരു മുസ്ലിം അതിൽ ഇടപെടണം. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. കാരണം എന്നോട് പറഞ്ഞിട്ടല്ലോ ഇതിലും നിങ്ങൾ അഭിപ്രായം പറയണം. കിതാബിൽ പറഞ്ഞ കാര്യമല്ലേ, പിന്നെ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ. അത് ഞാൻ വേറെ ആൾക്കാരുടെ സമുദായങ്ങളെ പറ്റി പറയുന്നില്ല, എന്റെ സമുദായത്തെ പറ്റി മാത്രമാണ് ഞാൻ അധികം പറയാറ്. ഇത് ഞങ്ങൾക്ക് ഗുണകരമല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗുണകരമാണെന്ന് പറയുന്നത് തെറ്റില്ല, അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇടപെടണം, ഇടപെടലുകൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. എയ്ഡ്സിനെതിരായിട്ട് മരുന്ന് കണ്ടുപിടിക്കാനും എയ്ഡ്സിനെതിരെ ടെസ്റ്റിംഗ് നടത്താനും എയ്ഡ്സിനെതിരായിട്ടുള്ള പല പബ്ലിസിറ്റി ഉണ്ടാക്കാനും നടക്കുന്നവർ അതിന്റെ മൂലകാരണത്തെ ഉന്മൂലനാശം ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യവും കാണിക്കുന്നില്ല. മറിച്ച് സ്വർഗരതി പോലുള്ള കാര്യങ്ങൾ അത് നിയമപരമായിട്ട് അതിന് ശക്തി നൽകാനാണ് മുന്നോട്ട് നിൽക്കുന്നത്.
അവിടെ ഫോർ എക്സാമ്പിൾ സ്വജാതി വിവാഹം, അല്ല സ്വവർഗ വിവാഹം ഇതൊക്കെ ഏത് രാജ്യത്താണ്? ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സോദോമൻ ഗോമറമാരിയാണ്. അതിൽ നിന്നാണ് സൊഡോമി എന്നുള്ള വാക്ക് വരുന്നത്. ബൈബിളിൽ പറഞ്ഞ 2 നഗരങ്ങളാണ് സൊദോമും ഗോമറയും. അവിടെ നിന്നുള്ള രതിവൈകൃതങ്ങളുടെ പേരിൽ ആണ് സൊദോമി എന്നുള്ള പേര് വരാൻ കാരണം. അതിന് അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യക്തികളുടെ സുരക്ഷത ഇതിനെല്ലാം വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള രാജ്യങ്ങൾ. ഇപ്പോഴും നോക്കിയാൽ അറബ് രാഷ്ട്രങ്ങളിലാണ് ഈ കാര്യങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തത്. അവിടെ വേശ്യാവൃത്തി ഇല്ല. അവിടെ ദുബായ് ഒഴികെ ബാക്കി ഒരു സ്ഥലത്തും ഇല്ല. ദുബായും ചിലപ്പോൾ ബഹ്റൈനിലുണ്ടാവും, ബാക്കി ഒരു സ്ഥലത്തും ഇല്ല. 54 രാഷ്ട്രങ്ങളുള്ളതിൽ 52 രാഷ്ട്രത്തിൽ ഇതൊന്നുമില്ല. ഇത്തരത്തിലുള്ള രീതി വൈകൃതങ്ങളില്ല. ഞാൻ ദുബായിലൊക്കെ പോയി ഇതൊക്കെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്, നെറ്റ് കടിച്ചതൊക്കെ ഉണ്ടോന്നോ. അതൊന്നുമില്ല, ഇതൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഡെയിലി കാണേണ്ട ന്യൂസ് അല്ലേ, SMS അങ്ങോട്ട് അയച്ച്, വൃത്തിയുടെ ഫോട്ടോ അങ്ങോട്ട് അയച്ച്, നമ്മുടെ BJP-ക്കാരൊക്കെ അസംബ്ലിയിൽ, BJP-ക്കാരെ പിന്നെ മുഴുവൻ നേരം അസംബ്ലിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കലാണ് അവരുടെ പരിപാടി. പാർലമെന്റിലും അസംബ്ലിയിലൊക്കെ അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അറിയോ, ഇനിയിപ്പോ വലിയ രക്ഷയില്ലല്ലോ ആ പാർട്ടിക്ക്. അപ്പൊ ഇത് കാണെങ്കിലും മെച്ചമായിക്കോട്ടെ വിചാരിച്ചതാ. അധികാരം അടുത്തൊന്നും കിട്ടാൻ പോലില്ല. അപ്പൊ ഒരു ഡിജക്ഷൻ, ഒരു മൂഡ് ഓഫ്, അങ്ങനെ വെറുതെ ഇരുന്നതൊക്കെ കാണാൻ മനസ്സിലായോ. ഒരു പണിയില്ലാത്തവരെ ഇതൊക്കെ ഇരുന്ന് കാണുള്ളൂ, അതും അസംബ്ലിയിൽ ഇരുന്ന് കാണാം. അപ്പൊ അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അസംബ്ലിയിൽ വരെ ഇരുന്ന ആൾക്കാർ കാണുന്നു എന്ന് പറയുമ്പോ എന്താണ് സ്ഥിതി? ഞാനത് അപ്പോ അതും സാമ്രാജ്യത്വത്തിന്റെ വേറൊരു മുഖമാണ്, അതിന്റെ ഒരു മുഖമാണ്. കാരണം ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് പോർണോഗ്രഫിക് ഇൻഡസ്ട്രി. അമേരിക്കയിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ് പോർണോഗ്രഫി. അമേരിക്കയിലെ സാൻ ഫെർണാണ്ടോ വാലി എന്ന് പറഞ്ഞ കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചൽസിനടുത്തുള്ള സ്ഥലത്താണ് ഈ പടങ്ങളെല്ലാം വരുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ സെന്റർ. അതിന് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതൊരു കച്ചവടം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു കച്ചവടമാണ്. അപ്പോൾ അത് വേറെ മറ്റൊരു വശമായിട്ട് വരും. പിന്നെ മതപരമായിട്ടുള്ള സംസ്കാരം എന്ന് പറയുമ്പോൾ മതം കൂടെ പെടും. മതത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ഇസ്ലാം മതത്തിൽ നിന്നും തുടങ്ങാം. പൊതുവെ ഏതോ കാലത്ത് മാർക്സ് എന്തോ എഴുതി വെച്ച്, എന്താണ് ഓപ്പിയമോദ മാസസ് എന്നൊക്കെ അത് എഴുതി വെച്ച് മനസ്സിലായി. അതൊക്കെ പലരും പലതൊക്കെ എഴുതും. ഞാൻ തന്നെ ബസ് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണ് ഞാൻ കൊടുക്കുന്നത്. എന്തായാലും ഒരു പോർഷൻ ചിലപ്പോൾ അതെ കട്ട് ചെയ്തിട്ടാൽ എന്തായാലേ കിട്ടാം. പക്ഷെ എന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാം, ഞാൻ ഈ രാജ്യങ്ങളിലൊക്കെ പോയി നോക്കാറുണ്ട്. എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞുതരാം, മുസ്ലിം സമുദായത്തെ അടിച്ചമർത്തിയതായിട്ട് ചരിത്രപരമായിട്ട് ഒരു രേഖയുമില്ല കമ്മ്യൂണിസ്റ്റ്, ഒരു രേഖയുമില്ല. കാരണം താഷ്കണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, അവിടുത്തെ എല്ലാ പള്ളികളും അതുമാതിരി തന്നെ നിൽക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ സോവിയറ്റ് യൂണിയൻ ഇതായി പോയപ്പോൾ, പിരിച്ചുവിട്ടപ്പോൾ ആ 6 ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് അവസാനം വരെ യെൽസിന്റെ അടുത്ത് പോയി പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമില്ല. അസർബൈജാനും തുർക്ക്മെനിസ്ഥാനും കുർദിസ്ഥാനും അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഉസ്ബെക്കിസ്ഥാനും, അവർ പറഞ്ഞ് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ സോവിയറ്റ് റഷ്യയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അവരെ ശരിക്കും ആട്ടിപ്പുറത്താക്കേണ്ടി വന്നു യെൽസിൻ. അവർ പോകാൻ തയ്യാറായില്ല. എന്നിട്ടും പിന്നീട് അവിടെയൊക്കെ പലയിടത്തും കമ്മ്യൂണിസ്റ്റ് ഭരണം തന്നെയായിരുന്നു അവിടെ. പിന്നീട് നടന്ന ഇലക്ഷനുകളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് അവിടെ ജയിച്ചു. ഇതിന്റെ രാഷ്ട്രീയം, അതായത് കമ്മ്യൂണിസ്റ്റ് മുസ്ലിംകൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റ് ആഗോള വിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള സമീപനം നമുക്ക് നോക്കാം. ഫസ്റ്റ് സമീപനം പലസ്തീന്റെ വിഷയത്തിൽ. ഞാൻ കരീം സാഹിബിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാൻ പക്ഷെ ഒന്നും കൂടെ പറഞ്ഞു തരാണ് കരീം സാഹിബ്. സോവിയറ്റ് റഷ്യ ഒരു തെറ്റാ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. എന്താണ്? UN അസംബ്ലിയിൽ ഇസ്രായേൽ പ്രമേയം പാസ്സാക്കിയപ്പോ സോവിയറ്റ് യൂണിയൻ വേണമെന്ന് വീറ്റോ ചെയ്യാൻ അത് ചെയ്തില്ല. അവരനുകൂലിച്ചു. ശരി, അത് വേറൊന്നും ഉണ്ടല്ലോ, അത് മാനുഷിക പരിഗണനകളുണ്ടാവും. കാരണം ഒരു ജനതയെ പറ്റ നശിപ്പിക്കാനുള്ള ഹിറ്റ്ലറുടെ തീരുമാനം, അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ അഭയാർത്ഥികളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം കണക്കെടുത്തുകൊണ്ട് അവർക്ക് ഒരു രാജ്യം കൊടുക്കണം എന്ന് തീരുമാനിച്ചു. പക്ഷേ ആ രാജ്യം യുഗാണ്ടയോ മഡഗാസ്കറോ ആയിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്, അല്ലാതെ ഇസ്രായേലല്ല, പലസ്തീനല്ല.